നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തുലാരാശി അഥവാ ലിബ്ര സൈൻ ആണ്. രാശിചക്രത്തിന്റെ 180 ഡിഗ്രി മുതൽ 210 ഡിഗ്രി വരെ കിടക്കുന്ന 30 ഡിഗ്രിയിലാണ് ഈ രാശി ഉള്ളത്. ഈ രാശിയുടെ ചിഹ്നം എന്ന് പറയുന്നത് തുലാസ് ആണ്. ഈ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, കുജന്റെ നക്ഷത്രമാണ് ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, ചോതി നക്ഷത്രം, രാഹുവിന്റെ നക്ഷത്രമായിട്ടുള്ള ചോതിയും പിന്നെ വ്യാഴത്തിന്റെ നക്ഷത്രമായിട്ടുള്ള വിശാഖത്തിന്റെ 3 പാദങ്ങളും ചേർന്നതാണ് ഈ രാശി. ഇതൊരു ചരരാശിയാണ്, അതുപോലെ തന്നെ ഒരു വായുരാശിയാണ്. ഈ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് വീനസ് ആണ്, ശുക്രനാണ്. ശുക്രന്റെ മൂല ത്രികോണ ക്ഷേത്രം കൂടിയാണ് ഈ രാശി. അതോടൊപ്പം ശനിയുടെ, സാറ്റേണിന്റെ രാശിയാണ് ഈ തുലാം രാശി. ഈ രാശിയുടെ സർവലാഭാധിപനായിരിക്കുന്ന 11ാം ഭാവാധിപന്റെ നീചസ്ഥലവും കൂടിയാണ് ഈ രാശി. തുലാസ് എന്ന് പറയുന്നത് എപ്പോഴും അളവുകൾ നോക്കുന്നതാണ്. കച്ചവടക്കാരന്റെ ഉപകരണമാണ് തുലാസ്. കാൽക്കുലേഷൻ. ഈ രാശിയിൽ പെടുന്നവർ വളരെ കാൽക്കുലേറ്റീവ് ആയിരിക്കും, ടാക്ടിക്കൽ നേച്ചർ ഉള്ളവരായിരിക്കും. പല കാര്യങ്ങളെയും വളരെ ടാക്ടിക്കലായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ന്യായത്തിന്റെ ചിഹ്നവും കൂടിയാണ് ത്രാസ്. ശരിതെറ്റുകളെ മനസ്സിലാക്കി ശരിയായതിലേക്ക് എത്തിച്ച് ത്രാസ്. ജസ്റ്റിസ് ആണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ രാശി. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലം മുതലേ, എനിക്കൊരു +1 മുതലേ അദ്ദേഹത്തെ അറിയാം. അന്ന് മുതലേ അയാളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കച്ചവട നേച്ചറുണ്ട്. അയാൾ +2 മുതലേ അന്ന് അയാൾ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ ഒരു ടെൻഡൻസി കാണിച്ചിട്ടുണ്ട്. അയാളുടെ നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പക്ഷേ ആ നക്ഷത്രത്തിൻ്റെതല്ലാത്തതായിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങൾ അയാൾ കാണും. ഇന്ന് അയാൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആൻട്രപ്രണറാണ്. വർഷങ്ങൾ കൊണ്ട് അയാളുടെ ഒരു നേച്ചർ മനസ്സിലാക്കിയത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തുലാം രാശിയെ വെളിവാക്കി തന്ന ഒരു ജന്മമാണ് അയാൾ. കാരണം അയാളുടെ ഓരോ പ്രായത്തിലും പ്രായം മാറുന്നതിനനുസരിച്ചുള്ള അയാളുടെ ബിസിനസ് കാഴ്ചപ്പാടുകൾ, അയാളുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന രീതി, അയാളുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇടപെടലുകൾ, എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരു രീതി, ഇതെല്ലാം എക്സാക്ട് തുലാം രാശിയുടെ സ്വഭാവമാണ്. ഇതെല്ലാം അയാൾക്കുണ്ട്. പ്രതിഭാശാലികളാണ്, ബുദ്ധിശാലികളാണ്. 5ാം ഭാവാധിപനായ ഗ്രഹം ലഗ്നത്തിൽ ഉച്ചനാവുന്ന രാശിയാണ് തുലാം. അതുകൊണ്ട് തന്നെ പ്രതിഭ, പ്രജ്ഞ, മേധാശക്തി ഇതൊക്കെ കൂടും. കലാകാരന്മാരുടെ രാശിയാണ് തുലാം. സംഗീതം, സാഹിത്യം, അതുപോലെ തന്നെ കല, സിനിമ, തിയേറ്ററുകൾ, ഇങ്ങനെയൊക്കെയുള്ള എൻ്റർടൈൻമെൻറ്റ് ഏരിയകളോടും ആർട്ടിസ്റ്റിക് ഏരിയകളോടും ഒക്കെ ഒരു അഭിരുചിയും താല്പര്യവും ഒക്കെ ഇവർക്കുണ്ടാവും. താളങ്ങളോടും മേളങ്ങളോടും കലയോടും സംഗീതത്തോടും പാട്ടിനോടും അഭിനയത്തോടും ഇതിനോടൊക്കെ ഒരു താല്പര്യവും ഒരു സ്നേഹവും ഒക്കെ ഇവർക്കുണ്ടാവും. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ എസ്തെറ്റിക് സെൻസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളോടൊക്കെ ഉള്ള ഒരു താല്പര്യം. ശുക്രന് പറഞ്ഞ വീഡിയോ കണ്ടിട്ട് അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇത് ശുക്രന്റെ മൂലത്രികോണ രാശിയും കൂടിയാണ്. അതുകൊണ്ട് അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആപ്ലിക്കബിളുമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒക്കെ കാര്യം പറയുമ്പോൾ അവരുടെ ഒരു ഡ്രസ്സിങ് സെൻസ്, അതേപോലെ തന്നെ ബ്രാൻഡഡ് തിങ്സിനോടൊക്കെ ഉള്ള ഒരു താല്പര്യങ്ങൾ, സൊസൈറ്റിയിൽ ഡ്രസ്സും അതുപോലെ തന്നെ ഈ പറഞ്ഞ പുറംചട്ടകളൊക്കെ കാണിച്ച് സൊസൈറ്റിയുടെ ഒരു രീതിക്കനുസരിച്ച് പെരുമാറാനൊക്കെ ഉള്ള ഒരു താല്പര്യം, ഉള്ള സൗന്ദര്യത്തെ ഭംഗിയായിട്ട് നോക്കിക്കൊണ്ട് നടക്കാനുള്ള ഒരു താല്പര്യം, ഇതൊക്കെ ഈ രാശിക്കാരുടെ ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4ൽ ഉച്ചനാവുന്നുണ്ട്. അത് സുഖസ്ഥാനമാണ്. ഉച്ചനാവുന്നതുകൊണ്ട് സ്ത്രീജിതനായിരിക്കും എന്നാണ്. അതായത് ഓപ്പോസിറ്റ് സെക്സിനോടൊക്കെ ഒരു താല്പര്യവും അവരോട് ചേർന്നിരിക്കണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹവും എപ്പോഴും കൂടെ ഇവരുണ്ടാവണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. ലഗ്നാധിപന്റെ ഉച്ചസ്ഥാനം എന്ന് പറയുന്ന 6ാം ഭാവമാണ്. ആ ഭാവത്തിന്റെ അധിപനാണ് വ്യാഴം. 6ഉം 10ഉം എന്ന് പറയുന്നത് ജോലിയുമായിട്ടും നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലഗ്നാധിപൻ 6ൽ ഉച്ചനാവുകയും ആ രാശിയുടെ അധിപൻ എന്ന് പറയുന്ന വ്യാഴം 10ൽ ഉച്ചനാവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവര് നന്നായിട്ട് ജോലി ചെയ്യും. വർക്ക്, അതായത് കർമ്മം ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് തുലാം രാശിക്കാർ. ദേവബ്രാഹ്മണ സാധു പൂജനരഥ എന്നൊരു പ്രമാണം പറയുന്നുണ്ട് ഈ രാശിയെ പറ്റിയിട്ട്. അതായത്
ഇവര് ഈ 10-ൽ വ്യാഴം ഉച്ചനാവുന്നത് കൊണ്ടായിരിക്കാം എത്ര ഭൗതികവാദിയായാലും എത്ര മെറ്റീരിയലിസ്റ്റിക് ആയാലും എത്ര തരികിടയായാലും ഇവർക്ക് ദേവ ബ്രാഹ്മണ സാധു പൂജനരത, ദേവന്മാരെയും ബ്രാഹ്മണരെയും ഈശ്വരോപാസകരെയും ക്ഷേത്ര വിഷയങ്ങളിലും ഈശ്വര കാര്യങ്ങളിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്യണമെന്നും അതിനുവേണ്ടി സമ്പത്തുകൾ കൊടുക്കാനും അത് ചെയ്യാനും ഒക്കെ ഉള്ളുകൊണ്ട് തന്നെ താല്പര്യമായിരിക്കും. അവരോടൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു ബഹുമാനവും ഇവർക്ക് ഉണ്ടാവും. ന്യൂ ഐഡിയാസ്, പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇവരുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് പതിപ്പിക്കൽ, അത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവരുടേതായ കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരലും അത് സക്സസ്ഫുൾ ആക്കിയെടുക്കാനുമുള്ള കഴിവ്, കുടുംബത്തോടൊക്കെയുള്ള ഒരു പരിഗണന, പ്രത്യേകിച്ച് ഇവർക്ക് സ്നേഹമുള്ളവരോട് ഇവർക്ക് വല്ലാത്തൊരു പരിഗണന ഉണ്ടാവും. അതായത് ഇവര് സ്നേഹിക്കുന്നവരുടെ കാര്യത്തിൽ ഇവർ അതിനുവേണ്ടി എന്തും ചെയ്യും, എത്ര ത്യാഗവും സഹിക്കും, അവരുടെ കൂടെ നിൽക്കും. ഇതെല്ലാം ചെയ്യുന്നവരാണ് തുലാം രാശിക്കാര്. ഏരീസ് സൈൻ്റെ, അതായത് മേടം രാശിയുടെ എക്സാക്ട് ഓപ്പോസിറ്റ് സ്വഭാവമാണ് ലിബ്രയുടേത്. മേടത്തിൽ രവി ഉച്ചനാവുകയും ശനി നീചനാവുകയും ഇവിടെ വരുമ്പം ശുക്രൻ്റെ മൂലക്ഷേത്രവും ശനി ഉച്ചനാവുകയും രവി നീചനാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 7ാം ഭാവം ആണ്, കാലപുരുഷന്റെ 7ാം ഭാവമാണ്. അതായത് മേടത്തിനില്ലാത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മേടത്തിന്റെ പാർട്ട്ണർഷിപ്പ് രാശിയാണ് ലിബ്ര അല്ലെങ്കിൽ തുലാം രാശി. അതായത് കാലപുരുഷന്റെ തന്നെ പാർട്ട്ണർഷിപ്പ് രാശിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു എക്സൈറ്റ്മെന്റ്, അതേപോലെ പാർട്ട്ണർഷിപ്പുകളോട് ഒരു താല്പര്യം, എപ്പോഴും ആൾക്കാർ കൂടെ ഉണ്ടായിരിക്കണം. ലോൺലെസ്, ഒറ്റപ്പെടൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്, പേടിയാണ്. ആരെങ്കിലുമൊക്കെ എപ്പോഴും വേണം. എത്ര ടെൻഷൻ വരുമ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിലേക്കോ അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലേക്കോ ഒക്കെ ചെല്ലാനും എൻജോയ് ചെയ്യാനും ഇവർക്ക് താല്പര്യമാണ്. ഒറ്റപ്പെടൽ ഒട്ടും പറ്റില്ല. അതുപോലെ തന്നെ ലോങ് ടേം റിലേഷൻഷിപ്പിനോടൊക്കെ ആയിരിക്കും കൂടുതലും താല്പര്യം. വളരെ ഫ്ലെക്സിബിൾ ആണ് ഇവർ, എല്ലാ കാര്യത്തോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവരാണ്. അതുപോലെ തന്നെ ശനിയും ശുക്രനും ഒക്കെ ലഗ്നത്തെ സ്വാധീനിച്ചത് കൊണ്ട് തന്നെ മിക്കപ്പോഴും ഈ പ്രായത്തിൽ മുതിർന്നവരോട്ടോ അല്ലെങ്കിൽ പ്രായവ്യത്യാസമുള്ളവരുമായിട്ടോ ഒക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പ് വരാനൊക്കെ ഉള്ളൊരു സാധ്യത ഉള്ള രാശിക്കാരാണ് തുലാം. അതുപോലെ തന്നെ ഈ രാശിയെ ദ ലവർ എന്ന് വിളിക്കാം, ദ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാം, അതേപോലെ തന്നെ ഒരു ജസ്റ്റിസിന് വേണ്ടി കൂടെ നിൽക്കുന്നവരാണെന്ന് വിളിക്കാം, ഡിപ്ലോമാറ്റ് എന്ന് വിളിക്കാം, ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളെന്ന് വിളിക്കാം, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവെന്നും ഒക്കെ വിളിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എപ്പോഴും രാശി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയല്ലേ, തുലാം രാശി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സൂചി കൃത്യമായിട്ട് നടുക്ക് വരുമ്പോഴാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാതെ കറക്റ്റ് ഒരു പോയിന്റിൽ സത്യത്തിൻ്റെ കൂടെ നിലനിൽക്കണമെന്നും അല്ലെങ്കിൽ ആ സമയത്തെ ശരിയുടെ കൂടെ നിലനിൽക്കാനുള്ള ഒരു ആഗ്രഹം ഇവർക്കുണ്ടായിരിക്കും. കാലപുരുഷന്റെ 7ാം ഭാവം ആയതുകൊണ്ട് തന്നെ കാലപുരുഷനെ പൂർണ്ണമാക്കുന്നത് അതിൻ്റെ 7ാം ഭാവം കൊണ്ടാണ്. സ്ത്രീക്ക് പുരുഷൻ എന്ന പോലെ, പുരുഷന് സ്ത്രീ എന്ന പോലെ, ഇരുട്ടിന് വെളിച്ചം എന്ന പോലെ, നന്മയ്ക്ക് തിന്മ എന്ന പോലെ, നന്മ തിന്മയ്ക്ക് അർത്ഥങ്ങൾ നൽകുന്ന പോലെ, അതുപോലെ തന്നെ കർക്കശവും വളരെ റിജിഡായിട്ടും ഡോഗ്മാറ്റിക്കുമായിട്ടുമുള്ള ഒരു സിറ്റുവേഷനിലും അതിൻ്റെ എക്സ്ട്രാ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാം ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി. അതിപ്പോൾ ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, കലയിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളെയും അതിനെ ഒരു പ്രത്യേക രീതിയിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്ത് അതിനെ ഒരു താളത്തിലേക്ക് എത്തിക്കാൻ, നന്മ തിന്മകളെ ഒരു താളത്തിലേക്ക് എത്തിക്കാൻ ഇവർ കണ്ടമാനം ശ്രമിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ ശ്രമിക്കുമ്പോഴും നമ്മൾ ശരിക്കും ഇവരെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമേ കാണുന്നതിനപ്പുറമായിട്ട് എന്തോ ഒന്ന് ഇവരുടെ ഉള്ളിലുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു നന്മയോ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് ദൈവാധീനവും ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. വളരെ ഒരു പ്രത്യേക രീതിയിൽ ഇവരെന്തോ ഒന്ന് മുന്നോട്ട് നയിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ചിലപ്പോൾ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഈ ബാലൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആയിരിക്കാം. കംഫോർട്ട് സോണുകളോടുള്ള ഇഷ്ടം, മനസ്സിൻ്റെ ബലഹീനതകൾ, അതേപോലെ തന്നെ ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുമെങ്കിലും ഒരുപാട് വീക്ക്നെസ്സുകളോടൊപ്പം കടന്നു പോകേണ്ടതായിട്ടുള്ള ജീവിത ശൈലികൾ, ഉള്ളിൻ്റെ ഉള്ളിൽ അതിഭീകരമായിട്ടുള്ള ഭാവിയെ ആലോചിച്ചുള്ള ഭയം, എപ്പോഴും ഒരാട്ടം, ഒരു ചഞ്ചലിപ്പ്,
ഒരു സ്ഥിരതയില്ലാതെ എപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഷാഡോ സൈഡുകളുടെ തുടക്കമാണ്. തുലാം രാശിക്കാർ പല മേഖലകളിൽ പരാജയപ്പെടുമെങ്കിലും ഇവരുടെ പരാജയപ്പെടുന്നതിൻ്റെ ഒരു മെയിൻ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറയട്ടെ, ഇവർ വളരെ ഐഡിയലിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ബോത്ത് സൈഡ്സും എന്തിൻ്റെയും രണ്ട് വശങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇവർക്കുണ്ട്. പക്ഷേ ഇവർ പലപ്പോഴും സാഹചര്യങ്ങളുടെ ആ ഒരു സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അധാർമികതയുടെ സൈഡിലേക്ക് ചാഞ്ഞ് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ളത് ആ സൈഡിനോടായിരിക്കും. അപ്പോൾ ആ ഒരു വശത്തേക്ക് ചായുന്നത് നിമിത്തം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ നിന്ന് പിന്നെ ഇവർക്കൊരു മടക്കമില്ല. ഇവരൊരിക്കൽ അധർമ്മത്തിൻ്റെ സൈഡിലേക്ക് ചാഞ്ഞു പോയാൽ അത് ഇവർക്ക് തിരിച്ചൊരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അവസാന കാലം വരെ അലട്ടുന്ന ഒരു പ്രശ്നമായി അത് മാറുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതിപ്പം ശാരീരികമായിട്ടാവാം, അത് മാനസികമായിട്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാവാം, അല്ലെങ്കിൽ ഭൗതികപരമായിട്ടാവാം. എന്തായാലും ഇവർ ബാലൻസ് ചെയ്യാൻ നോക്കിയിട്ട് അധർമ്മത്തിൻ്റെ സൈഡിലൂടെ ഇതിനെ ബാലൻസ് ചെയ്യാൻ നോക്കിയാൽ ഉറപ്പായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഭൗതികപരമായിട്ടും എല്ലാ രീതിയിലും ഒരു ദാരിദ്ര്യം ഇവരനുഭവിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചില സമയത്തുള്ള ഓവർ കോൺഫിഡൻസ്, ഇവരുടെ ഒരു വളരെ നല്ലൊരു സ്വഭാവം എന്ന് പറയുന്നത് എന്ത് പ്രശ്നം വന്നാലും എന്ത് വിഷയം വന്നാലും നമുക്ക് തരണം ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ വളരെ കോൺഫിഡൻ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം, ഇത് ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ചില സമയത്ത് ഇവർ ഓവർ കോൺഫിഡൻസ് കാണിച്ചു കളയും. ചില ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെ ചില ആൾക്കാർ പറയുന്നത് കേട്ടോ ഇവർ പെട്ടെന്ന് എക്സൈറ്റഡ് ആവും, ചില കാര്യങ്ങളിൽ പെട്ടെന്ന് എക്സൈറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഒരു ത്രെറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രഷർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഇവർ ചാടും. പലപ്പോഴും പല കമ്പനികളിൽ ജോലി ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പലരും ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ തുലാം രാശിക്കാരാകുമ്പോഴത്തേക്ക് എനിക്കൊരു നല്ല പേടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഇരുന്ന് വേറൊരാൾ ശമ്പളം കൊടുത്ത് ഇവരുടെ ബുദ്ധി ഉപയോഗിച്ചായിരിക്കും അത് വളരുന്നത്. പക്ഷേ അതിനേക്കാട്ടിലും ഒരുപാട് പാടാണ് പുറത്തേക്ക് ഇറങ്ങി ഒറ്റയ്ക്ക് ഒരു കാര്യം ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആക്കിയെടുക്കുന്നത്. വല്ലാത്ത കഴിവ് വേണം അത്. അപ്പം പലപ്പോഴും ഇവർ പുറത്തേക്ക് എടുത്ത് ചാടിയിട്ട് വല്ലാണ്ട് പണി മേടിക്കുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഇവരൊരു ചുക്കും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിട്ട് വലിയ 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 കുഴികളിലേക്ക് ഗർത്തങ്ങളിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തുലാം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പം ഓവർ എക്സൈറ്റഡ് ആയിട്ട് എടുത്ത് ചാടിയിട്ട് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പ്. ഓവർ അംബീഷ്യസ് ആണ്, അതുപോലെ തന്നെ വളരെ പാഷനേറ്റ് ആയിട്ട് താൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കഴിവുള്ളവരാണ്, വളരെ സന്തോഷം ഇഷ്ടപ്പെടുന്നവരാണ്, എപ്പോഴും ഭൗതികപരമായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റിൽ ഇങ്ങനെ പോകണം, ഒരു താളത്തിൽ പോകണം, എൻജോയ് ചെയ്ത് പോകണം എന്ന് ഇഷ്ടമുള്ളവരാണ്. ഇവരുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഇവർ എല്ലാവരുടെയും കൂട്ടത്തിലുള്ളതാണെങ്കിലും വളരെ എൻജോയ് ചെയ്ത് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരോടും തമാശകളൊക്കെ പറഞ്ഞുമൊക്കെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ലവ് ലൈഫ് അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ ലൈഫൊക്കെ വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതൊക്കെ പോയാൽ വലിയ പ്രശ്നങ്ങളിലേക്കും വലിയ ഡിപ്രഷനിലേക്കൊക്കെ ഇത് ലീഡ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നേഹിച്ചാൽ വളരെ അടുപ്പം, വെറുത്ത് കഴിഞ്ഞാൽ അവരെ ഒരിക്കലും പിന്നെ തങ്ങളിലേക്ക് അടുപ്പിക്കാത്ത ഒരു ശൈലി. അതുപോലെ തന്നെ ഇവർ ഇടപെടുന്ന മേഖലകളിൽ, ഇവർ ജോലി ചെയ്യുന്ന മേഖലകളിൽ അല്ലെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ വളരെ ശക്തമായിട്ടുള്ള ബ്രില്യൻ നേച്ചർ, അതേപോലെ തന്നെ വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. അതുപോലെ തന്നെ ഈ തുലാം രാശിയല്ലേ, കച്ചവട രാശിയല്ലേ, അതുകൊണ്ട് തന്നെ ഒരു നെഗോഷിയേറ്റിംഗ് സ്കില്ലൊക്കെ ഇവർക്കുണ്ടാവും. പക്ഷേ ഈ കഴിവുകളൊക്കെ കൊണ്ടുവന്ന് എല്ലാ കാര്യത്തിലും ലാഭം പിടിക്കുന്ന രീതിയൊക്കെ കൊണ്ടുവന്ന് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇവരെന്ത് ചെയ്താലും കുടുംബത്തിലുള്ളവർക്കൊരു വില ഉണ്ടാവില്ല, വാല്യൂ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ലാഭം നോക്കുന്ന ഒരു രീതി കുറേ കാലം കഴിയുമ്പോൾ വരും. കാരണം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ കച്ചവടമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാത്തിനും ഒരു ലാഭം നോക്കി എല്ലാത്തിലും പിശുക്കൊക്കെ നോക്കാൻ തുടങ്ങിയാൽ പിന്നീട് അത് എല്ലാ മേഖലകളിലേക്കും വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ തുലാം രാശിയിൽ ഉച്ചനാവുന്ന ശനി 7ാം ഭാവത്തിൽ നീചനാവുകയാണ് ചെയ്യുന്നത്. വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളും മറ്റും കൊണ്ടുവന്ന് കുടുംബജീവിതത്തിലേക്ക് ഇട്ട് അവിടെ ഒരു ലാഭമൊക്കെ നോക്കി വിഷമം ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മേടം രാശിയുടെ ഫലങ്ങൾ പറഞ്ഞതൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള
സ്വഭാവമാണ് ഇവരുടേത്. സൈന്യാധിപനല്ല, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്ന, ധർമാധർമ്മങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ തോന്നുന്ന ഇടനിലക്കാരനായിട്ടുള്ള, ശരിയുടെ കൂടെ നിൽക്കുന്ന ആളാണ് തുലാം രാശിക്കാർ, തുലാം ലഗ്നക്കാർ. അപ്പം ഈ ലഗ്നത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശുക്രൻ്റെ രാശിയാണ്, കലാകാരന്മാരുടെ രാശിയാണ്. പൊതുവെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള കലാകാരന്മാരൊക്കെയുള്ള രാശിയും കൂടാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരുള്ള രാശിയാണ്. പൊതുവെ നല്ലൊരു രസമുള്ളൊരു രാശിയായിരുന്നു തുലാം. അപ്പം അടുത്തത് നമുക്ക് സ്വയംകൃത അനർത്ഥ രാശിയായിട്ടുള്ള സ്കോർപിയോൺ അഥവാ വൃശ്ചിക രാശിയെക്കുറിച്ച് മനസ്സിലാക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.